ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യമുള്ള ജനങ്ങളാണ് ഒരു നല്ല സമൂഹത്തിന്റെ മുഖമുദ്ര. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ യാത്രയിൽ മാതൃകാപരമായ പല ആശയങ്ങളും നാം കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിൽ ആരോഗ്യ മേഖലയിൽ നമ്മുടെ പഞ്ചായത്തുകൾ നടപ്പിലാക്കിയ വ്യത്യസ്തമായ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം എടുത്താൽ അവിടെ പഞ്ചായത്ത് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവിടെ ഡോക്ടർ ഉണ്ടോയെന്നോ നേഴ്സ് ഉണ്ടോയെന്നോ അവരുടെ മറ്റ് സ്റ്റാഫുകൾ വരാറുണ്ടോയെന്നും അവർ റെഗുലറായിട്ട് അവരുടെ ഡ്യൂട്ടികൾ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും പഞ്ചായത്ത് അത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നതായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് തന്നെ കേരളത്തിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പം ഈ മഴക്കാലത്ത് പകർച്ചവ്യാധികൾ വരാതിരിക്കാനായിട്ട് പഞ്ചായത്ത് തന്നെ ലീഡർഷിപ്പ് എടുത്ത് ഈ ഡോക്ടേഴ്സും അവരുടെ മറ്റ് സ്റ്റാഫിനെയും ഉപയോഗിച്ച് തന്നെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എടപ്പാൾ CHC കേന്ദ്രീകരിച്ചാണ് എടപ്പാൾ പഞ്ചായത്ത് അവരുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത്. CHCയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലായിരുന്നു പഞ്ചായത്ത് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആരോഗ്യ ഉപകേന്ദ്രം, സൗകര്യപ്രദമായ മറ്റു പ്രധാന സ്ഥലങ്ങളിലുമാണ് ഇത്തരം ഡയബറ്റിക് BP ക്ലിനിക്കുകൾ സംഘടിപ്പിക്കുക. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണല്ലേ BP-ക്ക്, അത് സ്ഥിരം കഴിക്കണം. ഇപ്പോഴും ഉണ്ട് BP 160, 100 കേട്ടാ. എല്ലാ മാസവും ഒരു പ്രത്യേക ദിവസം ഈ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ നടക്കും. 2000-ഓളം പേർ ഈ ക്യാമ്പിന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താറുണ്ട്. എല്ലാ സമയത്തും വെള്ളം കിട്ടുന്നതിനുള്ള സൗകര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ലേബർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, അതുപോലെ കുട്ടിയുടെ അനക്കം നോക്കുന്നതിനുള്ള CTG, ഡോപ്ലർ തുടങ്ങിയ എല്ലാ ഇതും അവരുടെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വളരെ നല്ല രീതിയിലുള്ളൊരു പുരോഗമനം ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്ടറിയും നിർമ്മാണത്തിലാണ്. ആരോഗ്യരംഗത്ത് ഈ പരിരക്ഷയുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയുകയുണ്ടായി. ഇത് നടപ്പാക്കുന്നത് ഡിപ്പാർട്ട്മെൻ്റലായിട്ടാണോ അതോ അതിന് പ്രത്യേക ഒരു സംവിധാനം, ഒരു സൊസൈറ്റിയോ മറ്റും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഡിപ്പാർട്ട്മെൻ്റായിട്ടല്ല, ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിനെ തന്നെ HI, അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ ഒരു പബ്ലിക് നഴ്സ്, ആവശ്യമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങളോടുകൂടി പഞ്ചായത്ത് മെമ്പറും ഉണ്ടായി. അങ്ങനെ ആ രീതിയിലാണ് വീടുകളിൽ കയറി നമ്മൾ ഇത്രയും അവശരായ രോഗികളെ പരിശോധിക്കുകയും അവർക്ക് ആവശ്യമായ മരുന്നും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് തന്നെ അവിടെ നിന്ന് കൊടുക്കാനുള്ള ഏർപ്പാടും എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പഞ്ചായത്ത് അതിനു വേണ്ടി പദ്ധതി തുകയിൽ തന്നെ നല്ലൊരു രീതിയിലുള്ള പദ്ധതി തുക അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. 2 ലക്ഷം 3 ലക്ഷത്തോളം രൂപ അതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട് ഒരു വർഷത്തിൽ. എന്തിനാണ് ചെലവാകുന്നത്? ഇവർക്ക് വേണ്ട മരുന്നൊക്കെ കൊടുക്കുന്നതിനാണോ? സാർ, അത് എല്ലാ മേഖലയിലും ചെലവഴിക്കുന്നുണ്ട്. ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് ആദ്യം തുടങ്ങി വെച്ചത്. അവരുടെ ഇടപെടൽ പരിശീലനത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് അതിൻ്റെ ഈ സർവേ നടത്തി അതിൻ്റെ കൂടെ തന്നെ വളണ്ടിയേഴ്സിനെ കണ്ടെത്തി. പിന്നീടാണ് ആശാ വർക്കേഴ്സിലേക്ക് വരുന്നത്. ആദ്യം വളണ്ടിയേഴ്സിനെ 106 വളണ്ടിയേഴ്സിനെ വിവിധ വാർഡുകളിൽ നിന്ന് കണ്ടെത്തി പരിശീലനം നൽകി. ഇതാണ് പാണ്ടിക്കാടിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഡെങ്കിപ്പനി ബാധിച്ചവർ മുതൽ ക്യാൻസർ രോഗികൾ വരെ ഇവിടെ എത്താറുണ്ട്. പ്രമേഹ രോഗികൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഡയബറ്റിക് സൊസൈറ്റി ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ വേറിട്ടതാക്കുന്നു. നിർധനരായ ക്യാൻസർ രോഗികളെ കണ്ടെത്തി അവർക്ക് ചികിത്സാ സഹായവും പെൻഷനും ഗ്രാമപഞ്ചായത്ത് നൽകി വരുന്നു.
ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് ഈ കാണുന്നത്. വയോജനങ്ങൾക്കായി വിപുലവും സൗജന്യവുമായ ചികിത്സാ പദ്ധതികളാണ് തേവലക്കരയിൽ ഒരുക്കിയിരിക്കുന്നത്. വയോജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി തേവലക്കര ഒരു സാർവത്രിക മാതൃകയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ആരോഗ്യ പദ്ധതി പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളുടേതുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് തേവലക്കരക്കാർ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വരുന്ന രോഗികൾക്ക് നല്ല ചികിത്സ മാത്രമല്ല, വിഭവസമൃദ്ധമായ ഭക്ഷണം കൂടി നൽകി വികസനത്തിനൊരു പുത്തൻ മാതൃക സൃഷ്ടിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. ഡിസ്ചാർജ് ചെയ്യാറായോ? ആശുപത്രിയിൽ വന്നിട്ട് സുഖജീവിതം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ അത് കഞ്ഞിക്കുഴി പഞ്ചായത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? രോഗികൾ വരുന്നവരൊക്കെ കുടുംബത്തിലെ അംഗത്തിനെ പോലെ ഡോക്ടർമാരൊക്കെ പരിപാലിക്കുന്നു. ഇവിടുത്തെ കണക്കുകൾ കേട്ടാൽ, ഈ കമ്മ്യൂണിറ്റി സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളവരുടെ കണക്ക് കേട്ടാൽ തൽക്കാലം ഒരു കുട്ടി ഷോക്കിനുള്ള വകയുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 70,000 പേരാണ് ഈ ഹെൽത്ത് സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ നടത്തുന്നു, ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മളോട് പറയാൻ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ സൂപ്രണ്ടായ ഡോക്ടർ ചന്ദ്രൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ചന്ദ്രൻ സാറിനോട് തന്നെ ചോദിക്കാം. ഇവിടെ ദിവസേന ഏതാണ്ട് 200-250ഓളം രോഗികൾ ഒ പിയിലെത്തുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. IP വിഭാഗത്തിൽ 24 ബെഡുകളാണുള്ളത്. ഈ 24 ബെഡും മിക്കവാറും എല്ലാ സമയം തന്നെ ഫുള്ളാണ്. രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് മരുന്നും അതോടൊപ്പം തന്നെ 3 നേരം സൗജന്യ പോഷകാഹാര വിതരണവും ഇവിടെ നടക്കുന്നുണ്ട്. ഈ പോഷകാഹാര വിതരണം പബ്ലിക് സ്പോൺസേഡ് പ്രോഗ്രാമാണ്. വാർദ്ധക്യത്താലും മറ്റു രോഗങ്ങളാലും കഷ്ടതകൾ അനുഭവിക്കുന്ന നിരവധി പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് വികസനം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. ഇവരെ സാന്ത്വനിപ്പിക്കാനും പരിചരിക്കാനുമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കിയ ഒരു കാരുണ്യ പ്രവർത്തനമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. പഞ്ചായത്തുകൾ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് മൊഹമ്മ പഞ്ചായത്തിൻ്റെത്, അവിടെ 300 കുടുംബങ്ങളിൽ പഞ്ചായത്ത് നേരിട്ട് അവർക്ക് അവരുടെ രോഗികളുടെ ആവശ്യങ്ങളായാലും കുടുംബത്തിലുള്ളവരുടെ ആവശ്യങ്ങളാണെങ്കിലും മനസ്സിലാക്കി സഹായിക്കുക എന്ന് പറയുന്നത് അത് വളരെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അതുപോലെ പല പഞ്ചായത്തുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ക്വാളിറ്റിയാണ്. അവരുടെ ആൾക്കാരുടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രവർത്തനം പ്രയോജനം ഇല്ലാണ്ടായിപ്പോവും. അത് പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പരമ്പരാഗത തൊഴിലുകളിൽ ജീവിതം കരുപിടിപ്പിക്കുന്ന സാധാരണക്കാരായ തീരദേശ ജനങ്ങളാണ് മുഹമ്മയിൽ ഭൂരിഭാഗവും. ജീവിതശൈലി രോഗങ്ങളും പകർച്ചവ്യാധികളും എന്നും ഇവർക്ക് വലിയ ബാധ്യതകൾ തീർക്കുന്നു. സ്ഥിരമായ രോഗാവസ്ഥ ഇവരിൽ പലരെയും ശയ്യാവലംബികളാക്കി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ടവരാണ് ഇവരിലധികവും. പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ളവർക്ക് ഒരു കൈ സഹായവുമായാണ് മുഹമ്മ ഗ്രാമപഞ്ചായത്ത് സാന്ത്വനം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിക്കുന്നത്. 3 തരത്തിലാണ് ഇതിവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഒന്ന് വോളണ്ടിയേഴ്സ് ഹോം കെയർ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ തലം, 2 നഴ്സസ് ഹോം കെയർ എന്ന് പറയുന്ന തലം, 3 ഡോക്ടേഴ്സ് ഹോം കെയർ എന്ന് പറയുന്ന തലം. പലപ്പോഴും ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞാൽ നമുക്കൊരു ഫോളോ അപ്പ് ആവശ്യമായി വരും. അപ്പോൾ ഫോളോ അപ്പ് ആവശ്യമായി വരുന്ന ഘട്ടത്തിലാണ് സാന്ത്വനം എന്ന് പറയുന്ന ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രസക്തി. ആരോഗ്യ മേഖലയിൽ കേരളത്തിൽ എമ്പാടുമുള്ള പഞ്ചായത്തുകൾ ഇന്ന് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ തീർച്ചയായിട്ടും കേരള സമൂഹത്തിന് അഭിമാനിക്കാവുന്ന വിവിധ തരത്തിലുള്ള പരിപാടികളാണ്. ആദ്യമായി തന്നെ സാധാരണഗതിയിൽ
ഒരുപക്ഷെ പലരും അംഗീകരിക്കില്ല എങ്കിൽ പോലും പകർച്ചവ്യാധികൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അംഗനവാടികൾ, ആശാപ്രവർത്തകർ, നാട്ടിൽ നന്മ ആഗ്രഹിക്കുന്ന ആരോഗ്യത്തിൽ താല്പര്യമുള്ള എല്ലാ ആൾക്കാരെയും കോർത്തിണക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ പല പഞ്ചായത്തുകൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാം കാണണം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. എങ്കിലും ഈ മേഖലയിലെ പ്രവർത്തനത്തിന് നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്നു. പാലിയേറ്റീവ് കെയർ പദ്ധതിയിലൂടെ അശരണരായ രോഗികൾക്ക് ഒരു കൈത്താങ്ങാവുകയാണ് കടമ്പനാട് ഗ്രാമപഞ്ചായത്ത്. കുടുംബശ്രീ പ്രവർത്തകർക്കിടയിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും താൽപര്യമുള്ളവരെ വോളണ്ടിയേഴ്സായി തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ 70ഓളം പേർ വോളണ്ടിയേഴ്സായി സൗജന്യ സേവനം നടത്തുന്നുണ്ട്. ഡോക്ടറെ, ഈ പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് പറയാമോ? ഇത് കൊഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇതിൽ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ പൂർണ്ണ സഹകരണം ഉണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതി നടക്കുന്നത്. ഇതിന് കാരുണ്യ സ്പർശം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദീർഘകാല രോഗത്താൽ വിഷമിക്കുന്ന, മാനസികമായും ശാരീരികമായും വിഷമിക്കുന്ന, ക്യാൻസർ പോലെയുള്ള രോഗത്താൽ വിഷമിക്കുന്ന എല്ലാ രോഗികളെയും ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള രോഗികളെ നമ്മൾ സർവേ വഴി കണ്ടുപിടിച്ചു. ആദ്യമായിട്ട് ഇവർക്ക് വേണ്ട സഹകരണങ്ങൾ നൽകുന്നതിനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ, അംഗൻവാടി വർക്കർമാർ, ആശമാർ, ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ, കൂടാതെ 100-ൽ പരം വോളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകരെ 3 ദിവസത്തെ ട്രെയിനിങ് കൊടുത്ത് ഇവർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും നൽകാനായി സജ്ജമാക്കിയിരിക്കുക. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എൻ്റെ കേരളം മാലിന്യമുക്തം. നാടെമ്പാടും പ്രത്യേകിച്ചും മലബാർ മേഖലകളിൽ പാലിയേറ്റീവ് കെയർ, സാന്ത്വന ചികിത്സ, വളരെ ദീർഘകാലമായി രോഗഗ്രസ്തമായിരിക്കുന്നവർക്ക്, ക്യാൻസർ ബാധിച്ചവർക്ക്, എണീറ്റ് നടക്കാൻ വയ്യാത്തവർക്ക് വീടുകളിൽ സേവനം എത്തിച്ചു കൊടുത്തുകൊണ്ട് സന്നദ്ധ പ്രവർത്തനവും പ്രാദേശികമായ സമ്പത്തും വിനിയോഗിച്ചുകൊണ്ട് ഭംഗിയായ രീതിയിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ ഒരു പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നാട്ടിൽ നടപ്പിലാക്കി വരുന്നു. കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിൽ മനസ് എന്ന പേരിൽ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. നീലപ്പാടയിലെ 40 പേരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. കുറ്റ്യാടി പഞ്ചായത്തിന്റെ പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള ഹോം കെയർ ടീം അവരുടെ യാത്ര തുടങ്ങുകയാണ്. തീർത്തും ശയ്യാവലംബികളായ രോഗികളെ വീടുകളിൽ ചെന്ന് ശുശ്രൂഷിക്കാനാണ് ആഴ്ചയിൽ 1 തവണയുള്ള ഇവരുടെ ഈ യാത്ര. നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലല്ലാതെ ചിലർ നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട്. ജന്മന അംഗവൈകല്യം ബാധിച്ചവർ, ബുദ്ധി വളർച്ചയില്ലാത്തവർ, മറ്റു ചിലർ പെട്ടെന്നൊരു ദിവസം മുഖ്യധാരയിൽ നിന്നും അപ്രത്യക്ഷരായവരാണ്. അപകടം മൂലമോ രോഗപീഠ മൂലമോ ശരീരം തളർന്നവർ, വൈകല്യം ബാധിച്ചവർ.